കൊല്ലവർഷം 1201 ധനുമാസത്തെ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. അതായത് ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് 16/12/2025 മുതൽ 14 ജനുവരി 2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള വസ്തുക്കൾ സമ്മാനങ്ങളായി ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കും. ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യരുടെ ചില ശല്യം ചെയ്യൽ നിമിത്തം നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ മനസമാധാനക്കേടെല്ലാം പൂർണ്ണമായി മാറാൻ പോകുന്നു. ഗുണഫലങ്ങൾ ഇതിൽ കുറച്ച് ഗുണഫലങ്ങൾ കുറവായിട്ട് കാണുന്നുണ്ട്. കാരണം ചില ഗ്രഹങ്ങൾ മോശപ്പെട്ട ഒരു രാശികളിലൊക്കെയാണ് നിൽക്കുന്നത്. ദുർജനങ്ങളുമായി സമ്പർക്കം ഉണ്ടായാൽ, അവരുമായിട്ടാണ് നമ്മൾ സഹകരിച്ച് ഓരോന്നും ചെയ്താൽ അവരിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ നിങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ ശല്യം ചെയ്യേണ്ട സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും വലിയ ഒരു പ്രശ്നം കാണുന്നില്ല. ഇനി അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില ദോഷങ്ങളുണ്ടാകാം. മോശകാര്യങ്ങൾ ദോഷങ്ങളൊക്കെ ഉണ്ടായി അതൊരു മാനഹാനിയൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഇനി ഓരോ നക്ഷത്രത്തിൻ്റെയും വേർതിരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശരീര സുഖം ലഭിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ടൊക്കെ അവർക്ക് സമ്മാനം കിട്ടേണ്ട സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയ സർജറിയൊക്കെ നടത്തേണ്ട ഒരു സാധ്യതയുണ്ട്. ചില കൂട്ടുകെട്ടുകൾ നിമിത്തം ദുർനടപടിയിലൊക്കെ പോയിട്ട് ജയിൽവാസം വരേണ്ട സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരേണ്ട സാധ്യതയുണ്ട്. ധനനാശം കാണുന്നു. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നു. മനപ്രയാസങ്ങളൊക്കെ വരാം. ഒരുപക്ഷെ മദ്യം മയക്കുമരുന്ന് മുതലായ ഉപയോഗിക്കാനും അതിൽ അടിപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ അഡിക്ഷൻ ആവാണ്ടൊക്കെ ശ്രദ്ധിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കുറേ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായല്ലോ, അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ധനവും ധാരാളം ഐശ്വര്യങ്ങൾ അവർക്ക് വരാം. ആത്മീയതയിലേക്ക് വഴിതിരിയേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. തൊഴിലിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വ്യവസായം വ്യാപാരത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കാം. ചെയ്യാത്ത തെറ്റിനെ പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. മരണഭയം വരാം. ഇണയുടെ മരണം അല്ലെങ്കിൽ മരണത്തിന് തുല്യമായിട്ടുള്ള കോമ സ്റ്റേജ് പോലുള്ള അവസ്ഥകൾ വന്നാലും മതിയാവും. അന്യനാട്ടിലേക്ക് നിർബന്ധപൂർവ്വം താമസിക്കേണ്ട ഒരു സാഹചര്യവും വരാനുള്ള സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു കിട്ടും. അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ എല്ലാം സാധിക്കാവുന്നതാണ്. ധനവും ധാന്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ലഭിക്കാം. അതിൻ്റെ സമൃദ്ധി ഉണ്ടാവാം. അതുപോലെ ഇനി അടുത്തുള്ളത് രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചില സർജറികളൊക്കെ നടത്തേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫം എന്നിവ മൂലമുള്ള ചില ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വന്നേക്കാം. ദൂരയാത്രകൾ ചെയ്യേണ്ട ഒരു സാഹചര്യവും വരാം. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമായി അവർക്ക് നല്ലൊരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ ചിലത് കേൾക്കേണ്ടതായിട്ട് വരാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. മിത്രങ്ങൾ ശത്രുക്കളാകാം. എങ്കിലും ഭാഗ്യത്താൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യവും കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലം അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അപമാനങ്ങളും കഷ്ടപ്പാടുകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് അവർക്ക് ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്നു. അടുത്ത മകയിരം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. 18 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ ഉറ്റ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും മരണപ്പെടാനോ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥ കോമ സ്റ്റേജിലേക്ക് പോകാനോ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ അന്യനാട്ടിലേക്ക് താമസം മാറി അവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യവും കാണുന്നു. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ചതിലും നല്ല തൊഴിലും എല്ലാം ലഭ്യമാകുന്നതിനും വിവാഹം, സന്താനഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും
സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കാം. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും വരാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം ലഭിക്കാം. ബുദ്ധി നേർഗതിയിലാകാം. ശാരീരിക അസുഖങ്ങളുണ്ടെങ്കിൽ അവ വലിയ പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ പോകാം. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ അവർക്ക് തലപൊക്കാം. വേണ്ടുന്ന വൈദ്യസഹായം ലഭിച്ചാൽ അതെല്ലാം മാറാവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്, ജനറലായിട്ടുള്ള ഫലങ്ങളാണ്. ഇത് കൃത്യമായിട്ടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഒക്കെ ഉള്ള സംശയങ്ങൾക്ക് നിങ്ങൾ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ ധനുമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.